+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഒരു സ്പെഷ്യൽ ചാപ്റ്ററിന് തുടക്കം കുറിക്കുകയാണ്. ചാപ്റ്റർ 14 മാത്തമാറ്റിക്കൽ റീസണിംഗ്. നമുക്കറിയാം, റീസണിംഗ് എബിലിറ്റി എന്നത് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. അനേക ലക്ഷം ജീവജാലങ്ങളുള്ളതിൽ മനുഷ്യനും മറ്റുള്ളവയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യന് ചിന്തിക്കുവാനുള്ള കഴിവുണ്ട് എന്നതാണ്. യുക്തിചിന്ത മനുഷ്യന് മാത്രമേയുള്ളൂ എന്ന് ചുരുക്കം. അതുകൊണ്ടുതന്നെ മൃഗങ്ങളും പക്ഷികളും അതുപോലെയുള്ള മറ്റു ജീവജാലങ്ങളും പണ്ട് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും ജീവിച്ചു പോരുന്നത്. എന്നാൽ മനുഷ്യൻ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയ ജീവിത ശൈലികൾ ഉണ്ടാക്കുന്നു. ഇതിനെല്ലാം കാരണം അവൻ്റെ ഗണിതശാസ്ത്ര യുക്തിചിന്തയാണ്. മനുഷ്യനേക്കാൾ കായികബലവും ആരോഗ്യവും ചുറുചുറുക്കുമുള്ള മറ്റു ജീവജാലങ്ങളെ നിയന്ത്രിച്ചു പോരുന്നതും അവയെ മെരുക്കിയെടുക്കുന്നതിനും അവന് സാധിക്കുന്നത് അവനിലുള്ള മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. ഹയർ ക്ലാസ്സുകളിലുള്ള മാത്തമാറ്റിക്സ് തിയറങ്ങളുടെ പ്രൂഫ് റീസണിങ്ങിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടുതന്നെ റീസണിങ്ങിന് മാത്തമാറ്റിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ ബാലപാഠങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നാം തുടങ്ങി വയ്ക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ഏതാനും ആശയങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അതിലൊന്നാണ് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിന് ഇവിടെ നോക്കുക. ദർ ആർ 40 days ഇൻ എ മന്ത്. നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു മാസത്തിൽ 40 ദിവസങ്ങളുണ്ട്. നമുക്കറിയാം, 28 ദിവസങ്ങളുള്ളത് മാസമുണ്ട്, 29 ഉണ്ട്, 30 ഉണ്ട്, 31 ഉണ്ട്. എന്നാൽ ഒരിക്കലും 40 ദിവസങ്ങളുള്ള ഒരു മാസവും നമ്മുടെ മുന്നിലില്ല. ആകെ 12 മാസങ്ങളുണ്ടെങ്കിലും 40 ദിവസമുള്ള ഒരു മാസവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് തെറ്റാണെന്ന് പറയാം. ദെൻ മറ്റൊരു സെൻറ്റൻസ് നോക്കാം. സൺ ഈസ് എ സ്റ്റാർ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. അത് വളരെ മുൻപ് തന്നെ പ്രൂവ് ചെയ്ത ഒരു വസ്തുതയാണ്. സൺ ഈസ് എ സ്റ്റാർ. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ട്രൂ, ശരിയായ ഒരു സെൻറ്റൻസാണ്. ദെൻ നമുക്ക് മറ്റൊന്ന് നോക്കാം. ദ സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് പോസിറ്റീവ്. 2 പോസിറ്റീവ് നമ്പർ അതിൻ്റെ ആഡ് ചെയ്താൽ സം മറ്റൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇറ്റ് ഈസ് ആൾസോ ട്രൂ. ദെൻ നമുക്ക് മറ്റൊന്ന് നോക്കാം. 7 ഈസ് ലെസ് ദാൻ 5. 7 ലെസ് ദാൻ 5. 7 ചെറുതാണ് 5-നേക്കാൾ. ഇല്ല, അതൊരിക്കലും ശരിയായ ഒരു സെൻറ്റൻസ് അല്ല, തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതായത് 40 ദിവസമുള്ള ഒരു മാസമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, തെറ്റാണെന്ന് പറയാം. 7 ചെറുതാണ് 5-നേക്കാൾ എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാം, അതല്ല ശരി എന്ന്. എന്നാൽ 2, 3 കൃത്യമായിട്ട് നമുക്ക് ഉത്തരമുണ്ട്. ഇത് 2ഉം 3ഉം ശരിയാണ്. നമുക്ക് മറ്റൊന്ന് നോക്കാം. 5ാമത്തെ, മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട്. മാത്തമാറ്റിക്സ് എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് ഒരുപക്ഷെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ സമ്മതിച്ചു എന്ന് വരില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മാത്തമാറ്റിക്സ് വളരെയധികം എളുപ്പമായിരിക്കും. എന്നാൽ വേറെ ചില കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ടായിരിക്കും. ചിലവരെ സംബന്ധിച്ച് ശരിയായിരിക്കും, ചിലവരെ സംബന്ധിച്ച് തെറ്റായിരിക്കും. അതായത് നമുക്ക് ഉറപ്പ് പറയാനാവില്ല, ശരിയെന്നോ തെറ്റെന്നോ പറയാനാവില്ല. അതായത് സംടൈംസ് ട്രൂ, സംടൈംസ് ഫാൾസ്. ചിലപ്പോൾ ശരിയാണ്, ചിലപ്പോൾ തെറ്റാണ്. ദെൻ നമുക്ക് മറ്റൊന്ന് നോക്കാം. ഹൗ ബ്യൂട്ടിഫുൾ. എന്തൊരു ഭംഗിയാണ്. അതെ, ഇത് നമുക്ക് ശരി തെറ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു വസ്തുതയല്ല, ഒരു ആശ്ചര്യമാണ്, ഒരു എക്സ്ക്ലമേഷനാണ്. അതുകൊണ്ട് നമുക്ക് പറയാനാവില്ല സംടൈംസ് ട്രൂ, സംടൈംസ് ഫാൾസ്. ദെൻ മറ്റൊന്ന് നോക്കാം. ന്യൂഡൽഹി ഈസ് ഫാർ ഫ്രം ഹിയർ.
ന്യൂഡൽഹി ഫാർ ഫ്രം ഹിയർ, ഇവിടുന്ന് കുറേ ദൂരത്തിലാണ്. എന്നാൽ അത് ഈ പറയുന്നത് തന്നെ ന്യൂഡൽഹിയുടെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. അതായത് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. ഉറപ്പ് പറയാനാവില്ല ശരിയെന്നോ തെറ്റെന്നോ. അതായത് സംടൈംസ് ട്രൂ ഓർ സംടൈംസ് ഫാൾസ്. ദെൻ നമുക്ക് മറ്റൊന്ന്, ടുഡേ ഈസ് എ ഹോളിഡേ. ഇന്നൊരു ഹോളിഡേ ആണ്. ഇന്നൊരു ഹോളിഡേ ആണെന്ന് ഒരു പക്ഷേ അത് ഞായറാഴ്ചയോ മറ്റേതെങ്കിലും ദിവസങ്ങളോ ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. എന്നാൽ ഇത് ഉറപ്പ് പറയാനാവില്ല അത് ഹോളിഡേ ആണോ അല്ലയോ എന്ന്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംടൈംസ് ട്രൂ സംടൈംസ് ഫാൾസ്. അതായത് നാം ഈ പറഞ്ഞതിൽ ആദ്യത്തെ 4 നമുക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്, ശരിയെന്നോ തെറ്റെന്നോ. എന്നാൽ 5 മുതൽ 8 വരെ നമുക്ക് കൃത്യമായിട്ട് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റില്ല. അതായത് സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും എന്ന് സാരം. അതുകൊണ്ട് ഇത്തരം കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നതിനെയാണ്, അല്ലെങ്കിൽ ശരിയെന്നോ തെറ്റെന്നോ കൃത്യമായി പറയാൻ പറ്റുന്ന സെൻറ്റൻസിനെയാണ് നാം പറയുന്നത്, അതായത് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. അതിനാണ് നാം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ എ സെൻറ്റൻസ് ഈസ് കോൾഡ് എ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് if either true or false but not both. രണ്ടും കൂടി ആവരുത്. ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് ലൈക്ക് പി, ക്യു, ആർ, എസ്, ടി എക്സെട്ര. സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് വിച്ച് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് ചോദിച്ചാൽ ചില കുട്ടികൾക്ക് എളുപ്പമായിരിക്കും, ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതുപോലെ തന്നെ ഹൗ ബ്യൂട്ടിഫുൾ, അത്തരം കാര്യങ്ങളൊന്നും എന്തല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഉദാഹരണമല്ല. നമുക്ക് ഈ പറഞ്ഞ കാര്യം, അതായത് ദർ ആർ 40 days in a month, sun is a star, sum of 2 positive numbers is positive, 7 is less than 5. ഈ ആദ്യത്തെ 4 സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ 5 മുതൽ 8 വരെയുള്ളത് സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്ന് നമുക്ക് കാണാം. നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. മാത്തമാറ്റിക്കൽ റീസണിങ് ഹെഡിങ് കൊടുക്കാം. എഴുതേണ്ടത് എ സെൻറ്റൻസ് ഈസ് കോൾഡ് എ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. It is denoted by English small letters like P, Q, R, S, T, etc. എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. അതാണ് അവിടുത്തെ പ്രത്യേകത. നമുക്ക് ഏതാനും എക്സാമ്പിൾ, നേരത്തെ സൂചിപ്പിച്ച 8 എക്സാമ്പിളിന് പുറമെ ഈ എക്സാമ്പിളും കൂടി ഒന്ന് എഴുതാം. ഒന്നാമത്തെ, സം ഓഫ് 5 and 7 ഈസ് ഗ്രേറ്റർ ദാൻ 10. അതൊരു ട്രൂ ആണ്, എല്ലായ്പ്പോഴും ട്രൂ ആണ്. ദ പ്രോഡക്റ്റ് ഓഫ് -1 and 8 is 8. -1 into 8 equal to 8 എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ട്രൂ അല്ല, എല്ലായ്പ്പോഴും അത് തെറ്റ് തന്നെയാണ്. ദ സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. ഇറ്റ് ഈസ് ട്രൂ. ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. എ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ആൻ ഈവൺ നമ്പർ. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ഒന്നുകിൽ അത് ശരിയായിരിക്കും അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. അതാണ് അവിടുത്തെ പ്രത്യേകത. ദെൻ ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് എൻ ഈവൺ നമ്പർ. നോക്കാം, ഇതിന്ന് പ്രത്യേകത ഈ 4ാമത്തെ, 5ാമത്തെ, അതുപോലെ 6ാമത്തെ, 7ാമത്തെ, 8ാമത്തെ
ഇതൊന്നും എന്തിന് എക്സാമ്പിൾ അല്ല? സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ അല്ല. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ. 4, 5, 6, 7, 8 എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ അല്ല. ഇപ്പോൾ ടുഡേ ഈസ് എ വിൻഡി ഡേ, അത് നമുക്ക് കൃത്യമായിട്ട് ദിവസത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നർത്ഥം. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, അതിനൊന്നും കൃത്യമായിട്ട് നമുക്ക് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നോട്ടിലേക്ക് എഴുതുമ്പോൾ എഴുതേണ്ടത് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ അല്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ എക്സാമ്പിളും ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമുള്ള എക്സാമ്പിൾ അല്ല എന്ന് ചുരുക്കം. ദെൻ നമുക്കിനി അടുത്ത ഒരു ഭാഗം നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെതാ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. നമുക്കറിയാം കൃത്യമായിട്ട് കേരളത്തിൻ്റെ തലസ്ഥാനം എന്താണെന്നറിയാം. അതായത് കേരളത്തിൻ്റെ തലസ്ഥാനം ന്യൂഡൽഹി അല്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ കാര്യം കേട്ട ഉടനെ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ഉടൻ പറയും. അതായത് എന്താണ് പറയുക? നോ, ന്യൂഡൽഹി ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പെട്ടെന്ന് പറയുന്ന കുട്ടികളുണ്ട്, അല്ലേ? അതെ, ന്യൂഡൽഹി ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് കേരള. കുറച്ചും കൂടി, അതായത് ബഹുമാനമുണ്ടെങ്കിൽ പറയുക, ന്യൂഡൽഹി എന്നുള്ളത് കേരളത്തിൻ്റെ ക്യാപിറ്റൽ ആണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയും. അതെ, ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ്. ഇനി കുറച്ചും കൂടി ബഹുമാനമുണ്ടെങ്കിൽ ഇങ്ങനെ പറയും, ന്യൂഡൽഹി എന്നുള്ളത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ് എന്ന കാര്യം ശരിയായ ഒരു വസ്തുതയല്ല. കുറച്ചും കൂടി ഒന്ന് ലളിതമായിട്ട് പറയാം. അതെ, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്കത് ചോദിച്ചാൽ പറയാം. അതായത് ഒന്നുകിൽ ന്യൂഡൽഹി ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി പറയാം, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. അതായത് ഇങ്ങനെ വിവിധ രീതിയിൽ നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസിന്, സ്റ്റേറ്റ്മെൻറ്റിന് നോട്ട്, ഇങ്ങനെയല്ല എന്ന് പറയാം, നമുക്ക് നിഷേധിക്കാം, നിരാകരിക്കാം. അതിനാണ് നാം പറയുന്നത് നെഗേഷൻ. നേരത്തെ എഴുതിയ പി എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷനാണ് നാം ഇപ്പോൾ ഈ എഴുതിയത്. അതായത് നെഗേഷൻ എന്ന് പറഞ്ഞാൽ ദ ഡിനയൽ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള ഒന്ന് നെഗേഷൻ എന്നൊരു കൺസെപ്റ്റാണ്. നെഗേഷൻ നമുക്കൊരു ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിനും ഇതുപോലെ നെഗേഷനാക്കി മാറ്റി എഴുതാം. ചിലപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ നെഗേഷൻ തെറ്റായിരിക്കും. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തന്ന് നെഗേഷൻ കാണാൻ ചോദിച്ചാൽ അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നേരത്തെ നാം എഴുതിയ കുറച്ച് എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതായത് സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് ഈസ് ആൻ ഇൻറ്റീജർ, അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ നെഗേഷൻ എടുത്താൽ അതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതായത് ദ സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് ഈസ് നോട്ട് ആൻ ഇൻറ്റീജർ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് നെഗേഷൻ. ഏതാണോ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു, അതിനെയാണ് നാം പറയുന്നത് നെഗേഷൻ. അപ്പം നെഗേഷൻ എന്ന് പറഞ്ഞാൽ ദ ഡിനയൽ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഈ കാര്യങ്ങളും കൂടി ഒന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. ഇപ്പോൾ ദ നെഗേഷൻ, ദ ഡിനയൽ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് negation of the statement. The negation of the statement P is denoted by ഇതാണ് നൊട്ടേഷൻ, negation P. അപ്പോൾ ഇവിടെ ഏതാനും എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. പി, ആസ്ട്രേലിയ ഈസ് എ കോണ്ടിനെൻറ്റ്. ആസ്ട്രേലിയ ഒരു കോണ്ടിനെൻ്റ് ആണ് എന്നുള്ളതാണ്. അതിൻ്റെ നെഗേഷൻ ആണെങ്കിൽ ആസ്ട്രേലിയ ഒരു കോണ്ടിനെൻ്റ് അല്ല എന്നതായിരിക്കും. നേരെ തിരിച്ച് പി
എന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ ആസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെൻറ്റ് എന്ന് തന്നാൽ അതിൻ്റെ നെഗേഷൻ നമുക്ക് കാണുമ്പോൾ നോട്ട് ഒഴിവാക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ ആസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെൻറ്റ് എന്നെഴുതാം. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ആസ്ട്രേലിയ ഈസ് എ കോണ്ടിനെൻറ്റ് അങ്ങനെയും എഴുതാം. മറ്റൊരു രീതിയിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ആസ്ട്രേലിയ ഈസ് എ കോണ്ടിനെൻറ്റ്. നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഏതാണോ തന്നിരിക്കുന്നത് അതിൻ്റെ മുൻപ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ്, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് സൂചിപ്പിച്ചാൽ മതി. നേരെ മറിച്ച് ആദ്യത്തെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നോട്ടുണ്ടെങ്കിൽ ആ നോട്ട് ഒഴിവാക്കിയാൽ മതിയായിരിക്കും എന്നർത്ഥം. നമുക്കിനി രണ്ടാമത്തെ ഒന്ന് കാലിക്കറ്റ് ഈസ് എ സിറ്റി, ദ സ്കൈ ഈസ് ബ്ലൂ, ഇങ്ങനെയുള്ള രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് അതിൻ്റെയും കൂടി നെഗേഷൻ ഒന്ന് നോക്കാം. കാലിക്കറ്റ് ഈസ് എ സിറ്റി, നമ്മളതിന് ക്യൂ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ, അതായത് നെഗേഷൻ ക്യൂ, കാലിക്കറ്റ് ഈസ് നോട്ട് എ സിറ്റി. മറ്റൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് കാലിക്കറ്റ് ഈസ് എ സിറ്റി, കാലിക്കറ്റ് ഒരു സിറ്റിയാണ് എന്നത് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് കാലിക്കറ്റ് ഈസ് എ സിറ്റി. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, ദ സ്കൈ ഈസ് ബ്ലൂ, അതിൻ്റെ നെഗേഷൻ ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ. മറ്റൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ദ സ്കൈ ഈസ് ബ്ലൂ. വേറൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ദ സ്കൈ ഈസ് ബ്ലൂ. ഇവിടെ ഈ മൂന്ന് തരത്തിൽ എഴുതണം എന്നതല്ല, 3 രീതിയിലോ 4 രീതിയിലോ നമുക്ക് എഴുതാമെന്നർത്ഥം. ഏത് രീതിയിൽ എഴുതിയാലും അത് നെഗേഷനാണ് എന്ന് ചുരുക്കം. നമുക്കിനി അടുത്തൊരു കേസ് നോക്കാം. അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ദ സ്കൈ ഈസ് ബ്ലൂ. നമുക്ക് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് രണ്ടും കൂടി ചേർക്കാം. പലപ്പോഴും നമുക്കറിയാം 2 സെൻറ്റൻസുകൾ ചേർക്കുന്നത് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അതിലുള്ള ഒന്നാണ് ഓർ. ഓർ എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ 2 സിമ്പിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് പി ക്യു, ഈ 2 സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ചേർക്കാം, ഓർ വെച്ച് ചേർക്കാം. അതായത് ദ സ്കൈ ഈസ് ബ്ലൂ ഓർ ദ ഗ്രാസ് ഈസ് ഗ്രീൻ. അതിന് നമുക്ക് വേറെ പേര് കൊടുക്കാം എന്ന് മാത്രം, പി ക്യു ആർ. അതായത് പി ഓർ ക്യു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആറായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ദ സ്കൈ ഈസ് ബ്ലൂ ഓർ ദ ഗ്രാസ് ഈസ് ഗ്രീൻ. രണ്ടും തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടും ഒരുപോലെ ചേർക്കേണ്ടി വരുന്നത്. ദെൻ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ചേർക്കാം. അതായത് ആൻഡ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്, ആൻഡ് എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട്, ആൻഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടും കൂടി നമുക്ക് ഇതേ 2 സിമ്പിൾ മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാക്കി മാറ്റി എഴുതാം. അതായത് യെസ് ദ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. ഇങ്ങനെയുള്ള ഇതിനെയാണ് നാം പറയുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ പി ക്യു എന്നുള്ളതിനെയാണ് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെൻറ്റുകളെ ആൻഡ് വെച്ചോ ഓർ വെച്ചോ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതിലുള്ള പി ക്യു എന്നുള്ള 2നെയും നമുക്ക് കമ്പോണൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നേരത്തെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു കമ്പോണൻ്റാണ് ദ സ്കൈ ഈസ് ബ്ലൂ, മറ്റൊരു കമ്പോണൻ്റാണ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. ഇതേ രീതിയിൽ നമുക്ക് 2 3 സെൻറ്റൻസുകൾ ചേർക്കാം. ഇപ്പോൾ 12 ഈസ് ഡിവിസിബിൾ ബൈ 2, 12 ഈസ് ഡിവിസിബിൾ ബൈ 3, 12 ഈസ് ഡിവിസിബിൾ ബൈ 4. നമുക്കിതിനെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആക്കാം. 12 ഈസ് ഡിവിസിബിൾ ബൈ 2, 3 ഓർ 4 എന്ന് പറയാം. അല്ലെങ്കിൽ 12 ഈസ് ഡിവിസിബിൾ ബൈ 2, 3 ആൻഡ് 4 എന്ന് പറയാം. നേരത്തെ വ്യത്യാസം, ഇവിടെ സ്കൈ ഈസ് ബ്ലൂ, മറ്റൊന്ന് ഗ്രാസ് ഈസ് ഗ്രീൻ എന്നാണ്. അതുകൊണ്ട് ആണ് നാം നേരത്തെ പറഞ്ഞ രീതിയിലല്ലാത്ത ഡയറക്റ്റായിട്ട് ഓർ മാത്രം വെച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു പി ക്യു എന്നുള്ളതിനെയാണ് നാം പറയുന്നത് കമ്പോണൻറ്റ്.
അത് ചേർന്ന വലിയ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, കമ്പോണൻറ്റ്. ഇനി ഓർ അതുപോലെ ആൻഡ്, അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് കമ്പോണൻറ്റുകൾ അല്ലെങ്കിൽ രണ്ടോ രണ്ടിലധികമോ കമ്പോണൻറ്റുകൾ ചേർത്ത് കണക്റ്റ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അതായത് രണ്ടോ രണ്ടിലധികമോ കമ്പോണൻറ്റുകൾ ചേർത്തിട്ടാണ് കണക്റ്റ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓർ അതുപോലെ ആൻഡ് അതിനെ നമുക്ക് കണക്റ്റീവ്സ് എന്ന് പറയാം. കണക്റ്റീവ്സ്. ഇവിടെ 3-4 വാക്കുകളാണ് നാം പഠിച്ചത്. ഒന്ന് കണക്റ്റീവ്സ്, മറ്റൊന്ന് കമ്പോണൻസ്, മറ്റൊന്ന് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കണം. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്? എ സ്റ്റേറ്റ്മെൻറ്റ് which is made up of 2 or more statements is called a compound statement. Here, each statement is called a compound statement. Is called a component statement. Component or and are called connectives. Or എന്നുള്ളത് and എന്നുള്ളത് അതിനെയാണ് നാം പറയുന്നത് കണക്റ്റീവ്സ്. രണ്ട് കമ്പോണൻ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ കണക്റ്റ് ചെയ്യുന്നതിനാണ് കണക്റ്റീവ്സ്. കണക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടോ രണ്ടിലധികമോ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അവയെ കണക്റ്റ് ചെയ്യുന്നത് ഓർ അതുപോലെ ആൻഡ് എന്നീ രണ്ട് കണക്റ്റീവ്സ് ഉപയോഗിച്ചിട്ടാണ് എന്നർത്ഥം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ പി. ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. അതിലെ കമ്പോണൻറ്റുകൾ ഇറ്റ് ഈസ് റെയിനിങ്. രണ്ടാമത്തെ കമ്പോണൻറ്റ് ആർ. ഇറ്റ് ഈസ് കോൾഡ്. രണ്ടാമത്തെ എക്സാമ്പിൾ പി. ആ സ്റ്റേറ്റ്മെൻ്റാണ് 0 ഈസ് എ പോസിറ്റീവ് നമ്പർ ഓർ എ നെഗറ്റീവ് നമ്പർ. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഓർ എന്നുള്ളത് മാത്രം ഒഴിവാക്കി രണ്ട് കമ്പോണൻ്റാക്കി മാറ്റിയാൽ മതിയായിരിക്കും. പരീക്ഷയ്ക്ക് ഇങ്ങനെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്ന് അതിൻ്റെ കമ്പോണൻ്റ് എഴുതാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോമ്പോണൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്ന് അതിനെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആക്കാനുണ്ടായിരിക്കും. ഓർ വെച്ചോ അല്ലെങ്കിൽ ആൻഡ് വെച്ചോ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച 0 ഈസ് എ പോസിറ്റീവ് നമ്പർ ഓർ എ നെഗറ്റീവ് നമ്പർ. അതിൻ്റെ കമ്പോണൻറ്റുകൾ 0 ഈസ് എ പോസിറ്റീവ് നമ്പർ. രണ്ടാമത്തെ 0 ഈസ് എ നെഗറ്റീവ് നമ്പർ. ദെൻ നമുക്കൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ കമ്പോണൻറ്റുകൾ. നേരത്തെ നാം തന്നത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ കമ്പോണൻ്റ് എഴുതാനായിരുന്നു. ഇവിടെ കമ്പോണൻറ്റുകൾ തന്ന് അതിന് ആൻഡ് വെച്ച് അല്ലെങ്കിൽ ഓർ വെച്ച് കണക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പി. 12 ഈസ് ഡിവിസിബിൾ ബൈ 2. മറ്റൊന്ന് 12 ഈസ് ഡിവിസിബിൾ ബൈ 3. 12 ഈസ് ഡിവിസിബിൾ ബൈ 4. നേരത്തെ പറഞ്ഞ സ്കൈ ഈസ് ബ്ലൂ, ഗ്രാസ് ഈസ് ഗ്രീൻ പോലെയല്ല. എല്ലാം 12 ഡിവിസിബിൾ ബൈ 2, 12 ഡിവിസിബിൾ ബൈ 3, 12 ഡിവിസിബിൾ ബൈ 4 ആണ്. ഇതിനെ നമുക്ക് ചെയ്യേണ്ടത് റൈറ്റ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് കണക്റ്റീവ് ആൻഡ് വെച്ച് കണക്ട് ചെയ്യും. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മെത്തേഡ് പ്രകാരം 3 ഉണ്ടെങ്കിൽ 2ൻ്റെയും മൂന്നാമത്തേൻ്റെയും അല്ലെങ്കിൽ അവസാനത്തേതിൻ്റെയും തൊട്ട് മുൻപത്തും ഇടയിൽ വെച്ചിട്ടാണ് ആൻഡ് വെക്കുന്നത് എന്നർത്ഥം. ആ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് നാം ഇവിടെ എഴുതുന്നത്. അപ്പോൾ പി ക്യു ആർ ആ മൂന്നും കൂടി കണക്ട് ചെയ്താൽ ആൻഡ് വെച്ച് കണക്ട് ചെയ്താൽ കിട്ടുന്നത് എസ്. 12 ഈസ് ഡിവിസിബിൾ ബൈ 2, 3 ആൻഡ് 4. അതുപോലെ ഓർ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ 12 ഈസ് ഡിവിസിബിൾ ബൈ 2, 3 ഓർ 4. ഇതിൻ്റെ മീനിങ് 12 ഈസ് ഡിവിസിബിൾ ബൈ 2 ഓർ 12 ഈസ് ഡിവിസിബിൾ ബൈ 3 ഓർ 12 ഈസ് ഡിവിസിബിൾ ബൈ 4. നേരത്തെ ആണെങ്കിൽ 12 ഈസ് ഡിവിസിബിൾ ബൈ 2 ആൻഡ് 12 ഈസ് ഡിവിസിബിൾ ബൈ 3 ആൻഡ് 12 ഈസ് ഡിവിസിബിൾ ബൈ 4. നമ്മളത് ഇതേ രീതിയിൽ കണക്ട് ചെയ്തു എന്ന് മാത്രം. ദെൻ നമുക്കിനി അടുത്ത ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ കണക്റ്റീവ്സ് ആൻഡ് അതുപോലെ ഓർ അത് നമുക്കൊന്ന് വിശദമായി അതിൻ്റെ മീനിങ് അതുപോലുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ അത് ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഏത് സമയത്താണ് അത് ശരിയാവുന്നത് നമുക്കതൊന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം
ഒരു സ്റ്റേറ്റ്മെൻറ്റ് പി 12 ഈസ് ഡിവിസിബിൾ ബൈ 2. 12നെ 2 കൊണ്ട് ഹരിക്കാം. നമുക്ക് മറ്റൊന്ന് നോക്കാം. ക്യൂ 12 ഈസ് ഡിവിസിബിൾ ബൈ 5. 12നെ 5 കൊണ്ടും ഹരിക്കാം. 12നെ 2 കൊണ്ട് ഹരിക്കാം, 12നെ 5 കൊണ്ട് ഹരിക്കാം. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കണക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ആർ 12 ഈസ് ഡിവിസിബിൾ ബൈ 2 ആൻഡ് 5. അതായത് 12 ഈസ് ഡിവിസിബിൾ ബൈ 2 ആൻഡ് 12 ഈസ് ഡിവിസിബിൾ ബൈ 5 എന്നതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ആ പി എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് ട്രൂ ആണോ ഫാൾസ് ആണോ? 12നെ 2 കൊണ്ടായിരിക്കാം, അത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് 12നെ 5 കൊണ്ട് ഹരിക്കാനാവില്ല, അതുകൊണ്ടത് ഫാൾസാണ്. ഇപ്പോൾ ഈ എഴുതിയതിൻ്റെ അർത്ഥം 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 12നെ 2 കൊണ്ടായിരിക്കാം, 12നെ 5 കൊണ്ടായിരിക്കാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ 12നെ 2 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റും എന്നാണോ പറ്റില്ല എന്നാണോ പറയുക? നമുക്കറിയാം രണ്ടും കൂടി പറ്റുമ്പോഴാണ് നാം ഹരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പി എന്നുള്ളത് ട്രൂ ആണ്, ക്യൂ എന്നുള്ളത് ഫാൾസ് ആണ്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന കണക്റ്റീവ്സ് ആൻഡ് ആണെങ്കിൽ, അതായത് ആർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് ഫാൾസ് ആണ് എന്നർത്ഥം. പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണെങ്കിൽ പി ആൻഡ് ക്യൂ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും. ദെൻ നമുക്ക് മറ്റൊരു കേസ് നോക്കാം. അതായത് ഇതേ കാര്യം തന്നെ പി 12 ഈസ് ഡിവിസിബിൾ ബൈ 5. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം അത് ട്രൂ അല്ല. ദെൻ അടുത്തൊന്ന് നോക്കാം. 12 ഈസ് ഡിവിസിബിൾ ബൈ 7. 12നെ 5 കൊണ്ട് ഹരിക്കാം, 12നെ 7 കൊണ്ട് ഹരിക്കാം. ഇത് രണ്ടും നമുക്കറിയാം ട്രൂ സ്റ്റേറ്റ്മെൻ്റ് അല്ല. എന്നിരുന്നാലും നമുക്കതിനെ കണക്ട് ചെയ്താൽ, ആൻഡ് വെച്ച് കണക്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. 12 ഈസ് ഡിവിസിബിൾ ബൈ 5 ആൻഡ് 7. 12നെ 5 കൊണ്ട് ഹരിക്കാമെന്ന് പറയുന്നു, 12നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നു. അത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 12 ഈസ് ഡിവിസിബിൾ ബൈ 5 ആൻഡ് 7. ആദ്യത്തെ വളരെ ക്ലിയറാണ്, ഫാൾസ്. രണ്ടാമത്തേതും ഫാൾസ് തന്നെയാണ്. രണ്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ചേർക്കുമ്പോൾ യാതൊരു കാരണവശാലും ട്രൂ ആവില്ല, ഫാൾസ് തന്നെ ആയിരിക്കും എന്നർത്ഥം. ഇപ്പോൾ നമുക്ക് കുറേ പോസിബിലിറ്റി കണ്ടു. നമുക്കിനി എപ്പോഴാണ്, ഇപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയപ്പോഴും ആദ്യത്തെ ശരിയാണെന്നും രണ്ടാമത്തെ തെറ്റായിരുന്നു, കണക്ട് ചെയ്തപ്പോൾ അത് തെറ്റായിപ്പോയി. ആദ്യത്തെ തെറ്റ്, രണ്ടാമത്തെ തെറ്റ്, അതും തെറ്റായി. ഇനി എപ്പോഴായിരിക്കും ഇത് ശരി വരിക? അതൊന്ന് നമുക്ക് നോക്കാം. പി 12 ഈസ് ഡിവിസിബിൾ ബൈ 2. 12നെ 2 കൊണ്ടായിരിക്കാം. മറ്റൊന്ന് 12നെ 3 കൊണ്ടായിരിക്കാം. ഇത് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 12നെ 2 കൊണ്ടും ഹരിക്കാം, 3 കൊണ്ടും ഹരിക്കാം. ആ വേർഡ് ബൈ മീനിങ് തന്നെ നമുക്ക് നോക്കിയാൽ മതി. 12നെ 2 കൊണ്ട് ഹരിക്കാം, ഇറ്റ് ഈസ് ട്രൂ. 12നെ 3 കൊണ്ട് ഹരിക്കാം, ഇറ്റ് ഈസ് ആൾസോ ട്രൂ. 12നെ 2 കൊണ്ട് ഹരിക്കാം എന്നുള്ളത് ശരിയാണ്, 12നെ 3 കൊണ്ട് ഹരിക്കാം എന്ന് പറയുന്നത് ശരിയാണ്. 12നെ 2 കൊണ്ടും ഹരിക്കാം, 12നെ 3 കൊണ്ടും ഹരിക്കാം എന്ന് പറയുന്നതാണ് ആർ. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കണക്റ്റ് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും എന്നർത്ഥം. അതായത് ഇതിന്ന് നമുക്ക് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. അതായത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് വെച്ച് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻഡ് ഈസ് ട്രൂ ഇഫ് ഓൾ ദ കമ്പോണൻസ് ആർ ട്രൂ. ഇവിടെ രണ്ട് ഭാഗവും രണ്ട് കമ്പോണൻറ്റും ട്രൂ ആയി. ആ സമയത്ത് നമ്മൾ പറയുന്നു അതിൻ്റെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. എന്നാൽ ആദ്യത്തെ രണ്ട് കേസിലും എന്തായിരുന്നു? ആദ്യത്തേൽ ഒരെണ്ണം ട്രൂ ആയിരുന്നു, പക്ഷേ ഒന്നിച്ച് ചേർത്തപ്പോൾ ട്രൂ അല്ലാതെയായി. അതായത് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻഡ് ഈസ് ഫാൾസ് ഇഫ് എനി ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് ട്രൂ. ഒരെണ്ണമെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയും. ഇതിപ്പോൾ 2 എന്നുള്ളതല്ല, ആകെയുള്ള 10 കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ 9 എണ്ണം തെറ്റ്, ഒരെണ്ണം ശരിയാണെങ്കിൽ പോലും നമ്മൾ തെറ്റെന്നേ പറയൂ.
അതുപോലെ തന്നെ 10 എണ്ണത്തിൽ 9 എണ്ണം ശരിയാണ്, 10ാമത്തെ ഒരെണ്ണം തെറ്റാണെങ്കിൽ പോലും നാം അത് ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ അത് ഫാൾസ് എന്നതാണ് പറയുക. അതായത് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻഡ് ഈസ് ട്രൂ ഇഫ് ഓൾ ദ കമ്പോണൻസ് ആർ ട്രൂ. അതുപോലെ തന്നെ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻഡ് ഈസ് ഫാൾസ് ഇഫ് എനി വൺ ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് ഫാൾസ്. ഇനി ഇതിപ്പോൾ നമ്മൾ ആൻഡിൻ്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി ഓറിൻ്റെ കാര്യം എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം. ഓർ ഇതേ രീതിയിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പി 16 ഈസ് ഡിവിസിബിൾ ബൈ 2. 16നെ 2 കൊണ്ട് ഹരിക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന് 16നെ 3 കൊണ്ട് ഹരിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? 16നെ 2 കൊണ്ട് ഹരിക്കാം, 16നെ 3 കൊണ്ട് ഹരിക്കാം. നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ഓർ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. 16 ഈസ് ഡിവിസിബിൾ ബൈ 2 ഓർ 3. ഇതിൻ്റെ വേർഡ് ബൈ മീനിങ് ഒന്ന് നോക്കാം. 16നെ 2 കൊണ്ട് ഹരിക്കാം, ട്രൂ ആണ്. 16നെ 3 കൊണ്ട് ഹരിക്കാം, അത് തെറ്റാണ്. 16നെ 2 കൊണ്ട് ഹരിക്കാം, 16നെ 3 കൊണ്ട് ഹരിക്കാം. 16നെ 2 കൊണ്ടോ അല്ലെങ്കിൽ 3 കൊണ്ടോ ഹരിക്കാം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരെണ്ണമെങ്കിലും ട്രൂ ആയാൽ മതി എന്നതാണ് വേർഡ് ബൈ മീനിങ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ട്രൂ. ദെൻ ഇപ്പം നമുക്ക് കിട്ടിയത് ഓർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഇത് നമുക്ക് സെറ്റ് തിയറിയിലെ യൂണിയനായിട്ട് കണക്ട് ചെയ്യാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഐദർ ഇൻ എ ഓർ ഇൻ ബി എന്നതാണ്. എയിലുണ്ടെങ്കിലും എ യൂണിയൻ ബിയിലുണ്ടെന്ന് പറയും, ബിയിലുണ്ടെങ്കിലും എ യൂണിയൻ ബിയിലുണ്ട് എന്ന് പറയും. അതുപോലെയാണ് ഇവിടെ വരുന്നത് എന്നർത്ഥം. നമുക്കിനി ഇതിന് അടുത്തൊരു പോസിബിലിറ്റി ഒന്ന് നോക്കാം. 16 ഈസ് ഡിവിസിബിൾ ബൈ 4. 16നെ 4 കൊണ്ട് ഹരിക്കാം, 16നെ 8 കൊണ്ട് ഹരിക്കാം. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 16നെ 4 കൊണ്ടോ 8 കൊണ്ടോ ഹരിക്കാം. നമുക്ക് ഓരോന്നിൻ്റെയും ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം 16നെ 4 കൊണ്ട് ഹരിക്കാം, ഇറ്റ് ഈസ് വെരി ക്ലിയർ, ട്രൂ. അതുപോലെ തന്നെ 16നെ 8 കൊണ്ട് ഹരിക്കാം, 16നെ 8 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റും. 16നെ 4 കൊണ്ട് ഹരിക്കാം, 16നെ 8 കൊണ്ട് ഹരിക്കാം. ഇതിനെ 2 കൊണ്ട് ഹരിക്കാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം 4 കൊണ്ടോ അല്ലെങ്കിൽ 8 കൊണ്ടോ ഹരിക്കാം, ഇറ്റ് ഈസ് ട്രൂ. ദെൻ ഇനി ഇപ്പോൾ നമ്മൾ 2 എണ്ണത്തിൽ ഒരെണ്ണം മാത്രം തെറ്റിയപ്പോഴും ശരിയെന്ന് പറഞ്ഞു, അടുത്തെത്തിയപ്പോഴും ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എപ്പോഴായിരിക്കും ഇത് തെറ്റ് എന്ന് പറയുക, ട്രൂ അല്ല എന്ന് കിട്ടുക? അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്കതൊന്ന് നോക്കാം. പി 16 ഈസ് ഡിവിസിബിൾ ബൈ 3. 16നെ 3 കൊണ്ട് ഹരിക്കാം, 16നെ 5 കൊണ്ട് ഹരിക്കാം. ഇത് രണ്ടും കൂടി ഓർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ 16നെ 3 കൊണ്ടോ 5 കൊണ്ടോ ഹരിക്കാം എന്ന് പറയാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? 16നെ 3 കൊണ്ട് ഹരിക്കാം. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എല്ലായ്പ്പോഴും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ 16നെ 5 കൊണ്ട് ഹരിക്കാം എന്ന് പറയുന്നതും ഒരു തെറ്റായ പ്രസ്താവനയാണ്. 2 തെറ്റായിട്ട് വരുന്ന പ്രസ്താവന. 16നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 16നെ 5 കൊണ്ടും ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 16നെ 3 കൊണ്ടോ 5 കൊണ്ടോ ഹരിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതായത് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? നേരത്തെ ആൻഡിൻ്റെ കാര്യം ഓറിൻ്റെ കാര്യം രണ്ടും കൂടി മറക്കരുത് കുട്ടികൾ. എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഓർ ഈസ് ട്രൂ ഇഫ് എനി വൺ ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് ട്രൂ. ഒരു കമ്പോണൻറ്റ് കുറച്ച് 10 കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ശരിയായാൽ നമുക്ക് ശരിയെന്ന് പറയാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ ഡി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിലുണ്ടാകണമെങ്കിൽ എയിലോ ബിയിലോ സിയിലോ ഡിയിലോ ഒന്നിലെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെന്ന് പറയും. അതന്നെയാണ് ഓറിൻ്റെ മീനിങ്. എന്നാൽ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഓർ ഈസ് ഫാൾസ് ഇഫ് ഓൾ ദ കമ്പോണൻസ് ആർ ഫാൾസ്. എല്ലാറ്റിലും ഇല്ലെങ്കിൽ ഒന്നിലും ഇല്ല എന്ന് പറയും. അതുതന്നെയാണ് ഇവിടെ. അതായത് പി 16 ഈസ്
ഡിവിസിബിൾ ബൈ 3 അത് ഫാൾസാണ്. 16 ഈസ് ഡിവിസിബിൾ ബൈ 5 അതും ഫാൾസാണ്. അത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റുമോ 3 കൊണ്ടോ 5 കൊണ്ടോ ഹരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഓർ ഈസ് ഫാൾസ് ഓർ ഈസ് ട്രൂ ഇഫ് എനി ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് ട്രൂ. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആയാൽ മതി. എല്ലാം ട്രൂ ആയാൽ പിന്നെ അവിടെ പ്രസക്തിയില്ല. എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഓർ ഈസ് ഫാൾസ് ഇഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് ആർ ഫാൾസ്. നമുക്ക് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. റൂൾസ് റിഗാർഡിംഗ് കണക്റ്റീവ് ആൻഡ്. The compound statement with and is true if all the components are true. A compound statement with and is false if any of its component is false. ഇതെല്ലാം നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. റൂൾസ് റിഗാർഡിംഗ് കണക്റ്റീവ് ഓർ. The compound statement with or is true if any of its components is true. The compound statement with or is false if all the components are false. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് വെച്ച് കണക്ട് ചെയ്തത് ട്രൂ ആകണമെങ്കിൽ എല്ലാം ശരിയാകണം. തെറ്റാകണമെങ്കിൽ ഒരെണ്ണമെങ്കിലും തെറ്റിയാൽ മതി എന്നർത്ഥം. അതിൻ്റെ നേരെ തിരിച്ചാണ് ഓറിൻ്റെ കേസിൽ. അതായത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാകണമെങ്കിൽ എല്ലാം തെറ്റണം, ശരിയാകണമെങ്കിൽ ഒരെണ്ണമെങ്കിലും ശരിയായാൽ മതി എന്നർത്ഥം. ദെൻ ഇതേപോലെയുള്ള മറ്റൊരു കാര്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ക്വാണ്ടിഫയർ. നമുക്കതും കൂടി ഒന്ന് പറയാം. അതായത് സ്പെഷ്യൽ വേർഡ് ഓർ ഫ്രേസസ്, അതിനെയാണ് നാം ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. അതായത് ക്വാണ്ടിഫയർഡ് ആർ സ്പെഷ്യൽ വേർഡ്സ് ഓർ ഫ്രേസസ് വിച്ച് അപ്പിയർ ഇൻ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിലുള്ള ഒന്നാണ് ദർ എക്സിറ്റ്സ്, ഫോർ ഓൾ. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെയാണത്. ഫോർ ഓൾ എക്സ് ഇൻ ആർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് കോൾഡ് ഇൻ ഐഡൻറ്റിറ്റി ഫങ്ഷൻ. നമ്മൾ സ്ഥിരമായിട്ട് ഫോർ ഓൾ എക്സ് എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്ന കേസാണ്. നമുക്ക് ആ എക്സാമ്പിളും കൂടി ഒന്ന് എഴുതാം. ദർ എക്സിറ്റ്സ് എ റെക്റ്റാങ്കിൾ ഹൂസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ദർ എക്സിറ്റ്സ് a capital for every state in India. For every real number x, x is less than x plus 1. For all x in R, f of x equal to x is called an identity function. ഇതിനാണ് നാം പറയുന്നത് ക്വാണ്ടിഫയർ. കുറച്ച് വാക്കുകളാണ് ഇതിൻ്റെ ഇടയിൽ പഠിച്ചത്. ക്വാണ്ടിഫയർ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, കണക്റ്റീവ്സ് തുടങ്ങിയ വാക്കുകൾ. അടുത്ത ഇതിന് ശേഷം നമുക്ക് വരുന്നത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് വാലിഡ് ആവുന്നത്, അതുപോലെയുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു തിയറം വിവിധ രീതിയിൽ പ്രൂവ് ചെയ്യുന്നു. കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, അതുപോലെ തന്നെ കൗണ്ടർ എക്സാമ്പിൾ മെത്തേഡ്, ഇങ്ങനെയുള്ള വിവിധ മെത്തേഡിൽ ഒരേ ചോദ്യത്തിന് പല മെത്തേഡിൽ പ്രൂവ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ബാക്കി വരുന്നത്. ചാപ്റ്റർ വളരെ സിമ്പിളാണ്, പക്ഷേ ഹയർ സ്റ്റഡീസിന് പ്രത്യേകിച്ച് ഈ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന കൺസെപ്റ്റ് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അതുകൊണ്ട് ഈ ഭാഗം വളരെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ എന്നർത്ഥം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.